പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് മുത്തൽവൻ മൂവിയിലെ ആ ഉപ്പക്കരുവാട് സോങ് ആണ്. അപ്പൊ നമ്മള് കഴിഞ്ഞ സീനില് കണ്ടിട്ടുണ്ടായിരുന്നു എൻഡില് എന്താ പറയാ ഒരു മറ്റേ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന അതായത് ആ സോങ്ങിന്റെ ഒരു തുടക്കം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ അർജുന്റെ ആ ഒരു ലുക്ക്, അതുപോലെ തന്നെ മനീഷൊക്കെ ഒരാൾ രണ്ടുപേരും ഭയങ്കര നാടൻ ലുക്കിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സോങ്ങിലായിട്ടുള്ള സംഭവം തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെ പാടിയത്? ശങ്കർ മഹാദേവനും അതുപോലെ കവിതാ കൃഷ്ണമൂർത്തിയാണ്. നമുക്ക് നേരെ ആ സോങ്ങിലോട്ട് വിടാം. റെഡിയല്ലേ? കുറച്ച് കാണിച്ചു. கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்பிட்டு மத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்பிட்டு மத்தியில செத்து விட தோணுதடி. முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில சட்டு விட தோணுதடி எனக்கு.
வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு மத்தியில மார்புக்கு மத்தியில செத்து விடு தோணுதடி ഒന്നാമത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ അതേ ഡ്രസ്സിൽ തന്നെയാണ് ഹോൾ സോങ്ങിലുള്ളത്. അത് മാത്രല്ല അവിടെ കിട്ടു ലൊക്കേഷൻ സെലക്ഷൻ അല്ലേ, നല്ല രസം കാണാൻ. അതായത് ഏറ്റവും എടുത്തു പറയണെന്ന് പറയാം, നമ്മള് പൊതുവെ ശങ്കർ പടത്തിൽ കാണുന്ന സോങ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ മാറാറുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് ആ ഒരു ഡ്രസ്സ് തന്നെ അത് കുറച്ച് നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനൊക്കെ അതേ ലൊക്കേഷൻ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അത് മനീഷയുടെ ആ ലൊക്കേഷൻ തന്നെ, ആ ലൊക്കേഷൻ തന്നെ. അത് മാത്രല്ല സോങ് ആയിട്ട് ഭയങ്കരമായിട്ട് ജെല്ലാവും. അത് ആ സോങ് എന്ന് പറയുന്നത് ഭയങ്കര ബീറ്റാണ് സംഭവം. അതിന്റെ കൂടെ ആ ലൊക്കേഷനും പിന്നെ അവരെയും കാണിക്കുന്ന സമയത്ത് ഭയങ്കര എനർജറ്റിക് ഇല്ല. എനിക്ക് തോന്നുന്നു ഇതുവരെ വന്ന സോങ്ങിൽ ഹയസ്റ്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആ തോന്നുന്നു. അതായത് ശരിക്കും പടത്തിന്റെ അവസാനം ആവാനായി അല്ലെ, ഇനി 20-25 മിനിറ്റ് ഉള്ളൂ. സംബന്ധിച്ച് ഇതിന് ശേഷം മറ്റവരില്ലേ ഓൾറെഡി ചെക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാര്. അപ്പൊ ഓൾറെഡി ഒരാളെ കണ്ടിട്ടുണ്ട് വേഷം മാറിയിട്ട് വരുന്നത്. പക്ഷെ ആ ഒരു എൻഡിലോട്ട് എത്തുന്ന സമയത്ത് ഈ ഒരു പാട്ട് വെച്ച് നമ്മളെ ഒന്നും കൂടി ഒന്ന് ഉണർത്തി അല്ലെ. ചിലപ്പോ അടുത്ത സീൻ ചിലപ്പോ ടെൻഷൻ സീൻ ആയിരിക്കും. അപ്പൊ ആ ഒരു സംഭവം ഭയങ്കരമായിട്ടുള്ള വൈബ്രന്റ് സോങ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയാ എയർ റഹ്മാൻ സാറിന്റെ ബീറ്റ് കേറി നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. എന്താ പറയാ എനർജറ്റിക് ഡാൻസ് സോങ് തന്നെ പറയല്ലേ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ രണ്ടുപേരുടെയും വോയിസ്, ശങ്കർ മഹാദേവൻ സാർ ആയാലും അതുപോലെ തന്നെ കവിത കൃഷ്ണമൂർത്തി, രണ്ടുപേരും ഭയങ്കര ജെല്ലായിട്ട് പാടിയിട്ടുണ്ട്. രണ്ടുപേരുടെ വോയിസ് രണ്ടുപേർക്കും മാച്ച് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മള് SPB സാറിന്റെ വോയിസ് മാച്ച് ആവുന്നുണ്ടായിരുന്നു. ഇല്ല എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വോയിസ് എനിക്ക് തോന്നുന്നു അർജുന് മാച്ച് ആവുന്നില്ല. ആ ഒരു കാണിക്കുന്ന രീതിയും കൂടിയാണ്, നല്ല രീതിയിൽ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ഇപ്പോഴും കിട്ടുന്നുണ്ട്, ആ സംഭവം. പിന്നെ എടുത്തു പറയേണ്ട രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി, അതുപോലെ തന്നെ രണ്ടുപേരും ഫുൾ എനർജറ്റിക്. രണ്ടുപേരും ഒന്നും പറയില്ല, കാരണം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഓൾറെഡി പറഞ്ഞ കാര്യം, പക്ഷെ എനിക്ക് പറയാൻ കാരണം അത്രയും ഗംഭീര സോങ്, ഒരു എനർജി എന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ട് അറിഞ്ഞ് കളിച്ചിട്ടുണ്ട് പറയില്ല, അതാ സംഭവം. അപ്പൊ എന്തായാലും അടുത്ത സീൻ വരാൻ പോകുന്നത് ക്ലൈമാക്സിനോട് അടുക്കുകയാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ട് ഈ സോങ് ആയിട്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമല്ലോ. നല്ല നല്ല വീഡിയോസ് ആയിരുന്നാൾ വരുന്നതായിരിക്കും.